ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവേലിയിലേക്കാണ്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ സ്റ്റേഷനിലെത്തി, കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും ചെയ്തു. ട്രെയിൻ നെയ്യാറ്റിൻകരയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് പാറശാലയാണ്. 20-636 കൊല്ലത്ത് നിന്നും ചെന്നൈ എഗ്മോർ വരെ പോകുന്ന അനന്തപുരി എക്സ്പ്രസ്സിലാണ് നാം ഇന്ന് തിരുനെൽവേലിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അധികം വൈകാതെ ഗ്രാമീണ മേഖലയിലേക്ക് ട്രെയിൻ പ്രവേശിക്കും. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെങ്ങുകളും മറ്റു മരങ്ങളും കാണാം. ചെറുപുഴകളും തോടുകളും കുളങ്ങളും ചിലയിടങ്ങളിൽ നെൽവയലുകൾക്ക് നടുവിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന കാഴ്ച മനോഹരം തന്നെ. കേരളത്തിൻ്റെ തനതായ ഭൂപ്രകൃതിയുടെ ഭാഗമായി ധാരാളം തെങ്ങുകൾ ഇവിടെ കാണാം. വഴിയിൽ ചില ചെറിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങളിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളും കാണാം. ഇവിടുത്തെ ആളുകളുടെ ദൈനംദിനം ജീവിതം ട്രെയിനിൽ ഇരുന്ന് കാണുന്നത് കൗതുകകരമായ ഒരനുഭവം തന്നെ. ട്രെയിൻ കുഴിത്തുറൈ അഥവാ മാർത്താണ്ഡം എന്ന സ്റ്റേഷനിലോട്ട് അടുക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഇരണിയൽ എന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ നാഗർകോവിൽ ടൗൺ. നാഗർകോവിലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. കന്യാകുമാരി ജില്ലയിലെ വടക്ക് ഭാഗത്തായി ഈ മലകൾ അതിരിടുന്നു. അങ്ങ് ദൂരെ പ്രധാനമായി കാണാൻ സാധ്യതയുള്ള ചില മലനിരകൾ ഞാൻ പറയാം. മരുത്വ മല കുഴിത്തുറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന മലയാണ് ഇത്. ഔഷധ സസ്യങ്ങൾക്ക് പേരുകേട്ട ഈ മലയ്ക്ക് ചരിത്ര പ്രാധാന്യവും സാംസ്കാരികവുമായ പ്രാധാന്യവുമുണ്ട്. ഇപ്പോൾ തന്നെ നാം നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിലിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുമ്പോൾ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. നാഗർകോവിലിനടുത്തുള്ള അരുൾവായ്മൊഴി എന്ന സ്ഥലം കാറ്റാടി പാടങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടി പാടങ്ങളിൽ ഒന്നാണ് ഇവിടുള്ളത്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കാറ്റാടി ടർബൈനുകൾ അതിമനോഹരമായ കാഴ്ചകളാണ് എനിക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഈ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ദൂരെയും അടുത്തുമൊക്കെയായി നിരവധി കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങുന്നത് കാണാം. ചിലതൊന്നും കറങ്ങുന്നൊന്നുമില്ല. ഈ കാറ്റാടിപ്പാടങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക ലാൻഡ്മാർക്ക് കൂടിയാണ്. തമിഴ്നാടിൻ്റെ ഊർജോൽപാദനത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രകളിൽ കാണുന്ന കാറ്റാടിപ്പാടങ്ങൾ പ്രകൃതിയുടെ ശക്തിയും മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒരുപോലെ വിളിച്ചോതുന്നവയാണ്. സമയം ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിരിക്കുന്നു. മേഘാവൃതമായ കാലാവസ്ഥയായതിനാൽ വെളിച്ചം കുറവ് കാരണം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. തിരുനെൽവേലി ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ എത്തി. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുമല്ലോ.